നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആഗ്രഹിച്ചൊന്നും നേടാതെ വരുമ്പോൾ ചിലർക്ക് വട്ടായി പോവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചു കിടന്നിട്ട് പ്രധാനമന്ത്രി ആവാതെ പോയ ഒരു മനുഷ്യന് ആ അവസ്ഥയിലാണോ, അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. സംശയിക്കേണ്ട, രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പെരുമാറ്റവും തമ്മിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ്സിന് മാത്രം ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉത്തർപ്രദേശിലെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ ശരിക്കും ഇയാൾക്ക് തലയ്ക്ക് ഓളമാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോകും. കാരണം അയാൾ കുറേ കാലമായിട്ട് അയാൾ ഈ മിസ് ഇന്ത്യ ലിസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു. അതിൽ ദളിതരും ആദിവാസികളൊന്നുമില്ല, ഇതുവരെയും ഒരു മിസ് ഇന്ത്യ ആയിട്ടില്ല, അതിൽ പങ്കെടുക്കുന്നില്ല എന്നാൽ ഇതേതോ നരേന്ദ്രമോദിയുടെ കുറ്റം പോലെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ ഭ്രാന്തിൻ്റെ ഏതെങ്കിലും ഒരു മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണോ രാഹുൽ ഗാന്ധി എന്ന് തോന്നിപ്പോവും. നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് വെറും ബന്ധുക്കളല്ല, ഒന്ന് പിതാവും ഒന്ന് പിതാവിൻ്റെ മാതാവും പിന്നൊന്നും പിതാവിൻ്റെ മാതാവിൻ്റെ പിതാവുമാണ്. അങ്ങനെ അവർ പ്രധാനമന്ത്രിമാരായും സ്വന്തം മാതാവായ സോണിയാഗാന്ധി 10 വർഷത്തോളം പിൻസീറ്റ് ഡ്രൈവിങ്ങിൽ ഇരുന്ന് ഏതാണ്ട് 10-60 വർഷത്തോളം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നവരാണ് കോൺഗ്രസ്സുകാർ, അദ്ദേഹത്തിൻ്റെ തന്നെ ഉറ്റ ബന്ധുക്കൾ. ആ സമയത്തൊന്നും അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കോ ഇത്തരം സംശയമൊന്നും തോന്നിയിട്ടില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ ഈ 10 വർഷക്കാലമായിട്ടാണോ അദ്ദേഹത്തിന് ഈ ലിസ്റ്റ് കണ്ണിൽപ്പെടുന്നത്? മാത്രമല്ല, ഈ മിസ് ഇന്ത്യ മത്സരവും അതേപോലെ തന്നെ സിനിമാ ഫീൽഡും ഒളിമ്പിക്സിന് ആരെ അയക്കണം, ഇത്തരം കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ പരിപാടിയല്ല. ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം, സുരക്ഷ ഒരുക്കി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളല്ലാതെ ഇതിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കരുത് എന്നൊന്നും പറയുന്നത് സർക്കാർ പരിപാടിയല്ല എന്ന് ആദ്യം അദ്ദേഹം മനസ്സിലാക്കണം. മിസ് ഇന്ത്യയിൽ മത്സരിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ മിസ്റ്റർ ഇന്ത്യയിലും ഒക്കെ പുരുഷന്മാരുടെ സൗന്ദര്യ മത്സരത്തിലുമൊക്കെ അതിന് ശരീരത്തിൻ്റെ അളവുകോലുകളും മറ്റുമൊക്കെയാണ്. അതിൽ കറുപ്പോ നിറമോ ജാതിയോ മതമോ ഗോത്രമോ ഒന്നും അവിടെ പരിഗണിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ചരിത്രബോധമില്ലാത്ത ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി. ഗൂഗിളിലൊക്കെ നോക്കിയാൽ അറിയാം. അദ്ദേഹം ആരോപിക്കുന്ന പോലെ ആദിവാസിയോ അല്ലെങ്കിൽ ദളിതരോ ഒന്നും ഈ മിസ് ഇന്ത്യ മത്സരത്തിന് പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെ കള്ളമാണ്. മുമ്പ് ആദിവാസി യുവതി മിസ് ഇന്ത്യ മത്സരത്തിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഈ കുറേ കാലമായിട്ട് ജാതിയും മതമൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, വൈര്യം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹൈന്ദവർ ഒരിക്കലും ഒന്നിക്കരുത്, അവർ ജാതി പറഞ്ഞ് വിഘടിച്ച് നിൽക്കണം എന്നൊരു താല്പര്യമാണ്. എങ്കിലേ കോൺഗ്രസ്സിന് ഈ എപ്പോഴെങ്കിലും അധികാരത്തിൽ വരാൻ സാധിക്കൂ എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധി ഈ ബാലക് ബുദ്ധിക്ക് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് അയാൾ ഈ സ്ഥിരമായിട്ട് ഇത്തരം അഭ്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മിസ് ഇന്ത്യ മത്സരത്തിന് ഒരു ആദിവാസി ഇല്ല, ദളിത് ഇല്ല, ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇയാളിത് ആരോടാണ് ഈ കുറ്റം പോലെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, കറുപ്പോ വെളുപ്പോ എന്നൊന്നുമല്ല. അതിൽ പോയി മത്സരിച്ച് അഴകളവുകളും മറ്റുമൊക്കെ ഉണ്ട്. അതായത് ആ മത്സരത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ആണ് ആ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അല്ലാതെ അവിടെ ഇദ്ദേഹം പറയുന്ന പോലെ സംവരണത്തിലൊന്നും മത്സരിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയല്ല അത്. സ്പോർട്സിൽ സംവരണം വേണം, സിനിമയിൽ സംവരണം വേണം, മിസ് ഇന്ത്യ മത്സരത്തിന് സംവരണം വേണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പിടിച്ചുകൊണ്ടുപോയി തലയിൽ നല്ല നെല്ലിക്കാത്തളം വെക്കേണ്ട ഒരവസ്ഥയിലെത്തി നിൽക്കുന്നു എന്ന്. പക്ഷേ ഇത് ഇയാൾ പറയുന്നത് പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ എന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആലപ്പുഴ MP KC വേണുഗോപാലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ്. അപ്പോൾ അവരൊക്കെയാണ് ഉപദേഷ്ടാവ് സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു നിലവാരം പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള ആരെങ്കിലും പ്രസംഗിക്കുന്ന കാര്യമാണോ മിസ് ഇന്ത്യ മത്സരത്തിന് ആദിവാസിയില്ല ദളിതില്ല എന്നൊക്കെ പറയുമ്പോൾ? ഇനി എല്ലാം പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരുമാതിരിപ്പെട്ട സകലമാന മതവും ജാതിയും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അങ്ങ് പിതാമഹൻ്റെ സമയം വെച്ച് നോക്കിയാൽ, അതായത് നെഹ്റുവിൻ്റെ ഭാര്യ നെഹ്റു പണ്ഡിറ്റ എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകള് വിവാഹം കഴിച്ചത് മുസ്ലിമിനെയാണ്. അവരുടെ മകനായ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചത് ക്രിസ്ത്യാനിയാണ്. അങ്ങനെ പല മതവും പല ജാതിയുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ ഫാമിലിയിൽ, അതായത് നെഹ്റു ഫാമിലിയിൽ ഇതുവരെയും ഒരു ദളിതിനെയോ ഒരു ആദിവാസിനെയോ കാണാനില്ല. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ആദിവാസി യുവതിയെ അല്ലെങ്കിൽ ഒരു ദളിത് യുവതിയെ വിവാഹം കഴിച്ചുകൂടാ? അങ്ങനെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുക, അതിനുശേഷം ഇതുപോലെ ഇരുന്ന് പൊട്ടത്തരങ്ങളൊക്കെ പ്രസംഗിക്കൂ. അല്ലാതെ നിങ്ങൾ ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ജനങ്ങളിൽ വൈരം പരസ്പരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ ഇത്തരം വൃത്തികെട്ട ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ ശരിക്കും നിങ്ങളുടെ തലയ്ക്ക് ഭ്രാന്താണോ എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാലും
അവരെ കുറ്റം പറയാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ടുള്ള വിരോധമൊക്കെ ആവാം, അതിന് നല്ല രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുകയും പ്രയോഗിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ അവരെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരിൽ പോലും ഒരു വൈരാഗ്യബുദ്ധിയോടെ തൻ്റെ സഹപ്രവർത്തനോട് അല്ലെങ്കിൽ സഹജീവിയോട് ആ വൈരാഗ്യം തോന്നിക്കത്തക്ക തരത്തിലുള്ള പരാമർശങ്ങളോ പ്രസംഗങ്ങളോ നടത്തുകയല്ല ചെയ്യേണ്ടതും എന്ന് ഈ രാഹുൽ ഗാന്ധിയെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിച്ചാൽ നന്നായിരിക്കും. എങ്കിലെങ്കിലും തുടർന്നെങ്കിലും ഇതുപോലുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ അദ്ദേഹം ഒഴിവാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷയൊന്നുമില്ല. 54 വയസ്സായ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് ഓർക്കുക. അയാൾക്ക് ഇനി ആര് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് മനസ്സിലാവാനാണ് എന്നും മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന, ക്യാബിനറ്റ് റാങ്കോടെ ഇരിക്കുന്ന ഒരാൾ ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓരോ കോൺഗ്രസ്സുകാരനെ കാണുമ്പോഴും ഇത്തരം നിലവാരമില്ലാത്ത ഒരു നേതാവ് നയിക്കുന്ന പാർട്ടിയിലെ നിലവാരമില്ലാത്തവനാണോ ഇവൻ എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാലും അവരെ തെറ്റു പറയാൻ പറ്റില്ല എന്നേ തൽക്കാലം പറയുന്നുള്ളൂ.